ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ സെഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. സിനോണിംസ് ആണ് നമ്മൾ തുടങ്ങുന്നത്. സിനോണിംസിൻ്റെ പാർട്ട് 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് കോഡ്സും അതുപോലെ ചെറിയ ചെറിയ ടിപ്സും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനായിട്ടും കാണാം, മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കാം. ക്യൂരിയോസിറ്റി, ഇൻക്വിസിറ്റീവ്നെസ്. Acute, sharp. Amicable, friendly. Benevolent, human. Bizarre, strange. Embarrass, discomfort. Obsolete, outdated. Opaque, clouded. Frigid, cold. Jarless, talkative. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 10-20 എണ്ണം ഉണ്ട് ഇന്നത്തെ സെഷനിൽ. ഓക്കെ, അപ്പോൾ ഞാൻ കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കാം. ക്യൂരിയോസിറ്റി, ഇൻക്വിസിറ്റീവ്നെസ് അല്ലേ. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ക്യൂരിയോസിറ്റിയുടെ ആദ്യത്തെ വാക്കെടുക്കുക, അതായത് കുറിന്ന് എടുക്കുക. കുറി, ഇന്ന് ക്വിസിന് പോകുമ്പോൾ കുറി ഇടുന്ന ആലോചിക്കുക. ഇന്ന് ക്വിസിന് പോകുമ്പോൾ കുറി ഇടുക. അപ്പം കുറി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂരിയോസിറ്റി. ഇൻക്വിസിറ്റീവ്നെസ് അതെങ്ങനെയാണ് കണക്ട് ചെയ്തത്? ഇന്ന് ക്വിസിന് പോകുമ്പോൾ അല്ല, ഇന്ന് ക്വിസ്. അപ്പോൾ ഇന്ന് ക്വിസിന് പോകുമ്പോൾ കുറിയിടുന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്കത് സിമ്പിളായിട്ട് കിട്ടും. ക്യൂരിയോസിറ്റി, ഇൻക്വിസിറ്റീവ്നെസ്. നെക്സ്റ്റ് അക്യൂട്ട്, ഷാർപ്പ്. ഓക്കെ, അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ആ കുട്ടി ഹെയർ പിന്ന് കുത്തുന്നതാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടി ഹെയർ പിന്ന് കുത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഓർത്തെടുക്കാമല്ലോ. ആ കുട്ടി അക്യൂട്ട്, ഷാർപ്പിൻ്റെ എസ് അങ്ങ് കളഞ്ഞ് ഹാർപ്പ് മാത്രം എടുക്കുക. ഹെയർ പിന്ന്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അക്യൂട്ട്, ഷാർപ്പ്. നെക്സ്റ്റ് അമിക്കബിൾ, ഫ്രണ്ട്ലി. അമിക്കബിൾ, ഫ്രണ്ട്ലി. അപ്പോൾ ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അമ്മിക്കല്ല് ഫ്രണ്ട്ലി ആണ് എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അമ്മിക്കല്ല് എന്താണ്? ഫ്രണ്ട്ലി ആണ്. അമ്മിക്കല്ല് ഫ്രണ്ട്ലി ആണ്. അമിക്കബിൾ, ഫ്രണ്ട്ലി. ഓക്കെ, നെക്സ്റ്റ് ബെനവലൻറ്റ്, ഹ്യൂമൻ. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ബെനവലൻ്റ് ആണല്ലോ. അപ്പോൾ ബനാനയൊക്കെ തിന്നുന്നത് ഹ്യൂമൻ ആണെന്ന് വിചാരിച്ചാൽ മതി. ബനാന തിന്നുന്നത് ഹ്യൂമൻ ആണ്. ബെനവലൻറ്റ്, ഹ്യൂമൻ. ഓക്കെ, നെക്സ്റ്റ് ബിസയർ, സ്ട്രേഞ്ച്. ഓക്കെ, ബിസയർ, സ്ട്രേഞ്ച്. അപ്പോൾ കോഡ് പറയാൻ കേൾക്കുക. ബസാറ് ഭയങ്കര സ്ട്രേഞ്ച് ആണെന്ന് ഇരിക്കുക. ബസാറിൽ ഭയങ്കര സ്ട്രേഞ്ച് ആണ്. ഓക്കെ, ഒരു സ്ട്രേഞ്ച് ഏരിയ ആണെന്നൊക്കെ ഒന്ന് വിചാരിച്ചാൽ മതി. ബിസയർ എന്നാണ്, അത് ചുമ്മാ ഒന്ന് ബസാറിന്ന് കണക്ട് ചെയ്യുക. സ്ട്രേഞ്ച് ആണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കത് രണ്ടും കിട്ടും. അപ്പോൾ ഓപ്ഷനിൽ 4 കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓൾമോസ്റ്റ് ഈ കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട്, അപ്പോൾ ഈ ബിസയറിൻ്റെ സിനോണിംസ് എന്താണെന്നാണ് ചോദിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഈ 4 കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കോഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എംബറാസ്, ഡിസ്കംഫിറ്റ്. എംബറാസ്, ഡിസ്കംഫിറ്റ്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് എംബറാസിൻ്റെ ബാർ എടുത്തു. ആ ബാറ് പോയി കഴിഞ്ഞാൽ ഫിറ്റ് ആവും എന്ന് ആലോചിച്ചാൽ മതി. ബാറ് പോയി കഴിഞ്ഞാൽ എന്താകും? ഫിറ്റ് ആവും. ബാറ് പോയാൽ ഫിറ്റ് ആവും. എംബറാസ്, ഡിസ്കംഫിറ്റ്. എംബറാസ്, ഡിസ്കംഫിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒബ്സലേറ്റ്, ഔട്ട്ഡേറ്റഡ്. ഒബ്സലേറ്റ്, ഔട്ട്ഡേറ്റഡ്. എങ്ങനെ കണക്ട് ചെയ്യാം? സോ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാക്കും, ഔട്ട്ഡേറ്റഡ് ആക്കും, അല്ലെങ്കിൽ ഔട്ടാക്കും എന്ന് വിചാരിച്ചാൽ മതി. ലേറ്റ് ആയിക്കഴിഞ്ഞാൽ എന്താക്കും? ഔട്ടാക്കും. ഓക്കെ, ഒബ്സലേറ്റ്, ഔട്ട്ഡേറ്റഡ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ഒപ്പക്ക്, ക്ലൗഡഡ്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അല്ലെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക. പാക്ക് ഉണ്ടാവില്ലേ, നമ്മൾ ഈ പലഹാരങ്ങളുടെയൊക്കെ പാക്ക്, അത് ഭയങ്കര ക്ലൗഡാണെന്ന് വിചാരിച്ചാൽ മതി. ഒരു മഞ്ഞ മൂട് പോലത്തെ ഒരു അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ മതി. പാക്ക് ക്ലൗഡാണ് ചുമ്മാ എന്ന് വിചാരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫ്രിഡ്ജിഡ്, കോൾഡ്. ഫ്രിഡ്ജിഡ്, കോൾഡ്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ കോൾഡ് മീൻസ് കൂളായുള്ള സാധനങ്ങളാണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഫ്രിഡ്ജിഡ്, കോൾഡ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് സിനോണിംസ് ആണ്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് എന്നാണ് കേട്ടോ. സെയിം മീനിങ്. എസ് സെയിം മീനിങ്. ഓക്കെ, നെക്സ്റ്റ് ജാർലെസ്, ടാക്കക്റ്റീവ്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് ജാർ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ, മിക്സി ജാർ എന്നൊക്കെ അറിയാലോ. അപ്പോൾ ആ ജാറിനും എന്തൊക്കെയെങ്കിലും ഒന്ന് ടോക്ക് ചെയ്യാനുണ്ടാവും എന്ന് ചിന്തിച്ചാൽ മതി. ജാറിനും ടോക്ക് ചെയ്യാനുണ്ടാവും, പറയാനുണ്ടാവും. അപ്പോൾ ജാർലെസ്, ടാക്കക്റ്റീവ്.
ഓക്കെ, അപ്പോൾ സിനോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആണ്, അത് മാറരുത്. ആൻറ്റോണിംസും സിനോണിംസും രണ്ടും വേറെ വേറെയാണ്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര പറഞ്ഞത് ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കാം. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻക്വിസിറ്റീവ്നെസ്, എന്താണ് പറഞ്ഞത്? കുറി, അതുപോലെ ഇനി ബിസിന് പോകുമ്പോഴാണ് കുറി ഇടുന്നത് എന്ന് ചിന്തിക്കുക. നെക്സ്റ്റ് അക്യൂട്ട്, ഷാർപ്പ്, ആ കുട്ടി എന്താണ്? ഹാർപ്പിന് കുത്തും, ആ കുട്ടി ഹാർപ്പിന് കുത്തും. നെക്സ്റ്റ് അമിക്കബിൾ, ഫ്രണ്ട്ലി, അമിക്കബിൾ ഫ്രണ്ട്ലി, അമ്മിക്കല്ല് ഫ്രണ്ട്ലി ആണ്. ഇതുപോലെ വേറൊരു സാധനമുണ്ട്, ആമിയബിൾ, ആമിയബിൾ. ഓക്കെ, ആമിയബിൾ, ആമിയബിൾ എന്താണ്? ലവബിൾ ആണ്, ലവബിൾ. അപ്പോൾ അത് കണക്ട് ചെയ്യേണ്ടത് ആമി എന്ന് പറഞ്ഞ കുട്ടി ഭയങ്കര ലവബിൾ ആണെന്ന് ചിന്തിച്ചാലും മതി. ഓക്കെ, അപ്പോൾ അമിക്കബിൾ, ആമിയബിൾ മിക്സ് ആവരുത്, മാറരുത് കേട്ടോ. നെക്സ്റ്റ് ബെനവലൻ്റ്, ബെനവലൻ്റ് ഹ്യൂമൻ. അപ്പോൾ ബനാനയ്ക്ക് തിന്നുന്നത് ഹ്യൂമൺ ആണ്, ഹ്യൂമൺ ആണെന്ന് ചിന്തിച്ചാൽ മതി. നെക്സ്റ്റ് ബിസാറ്, സ്ട്രേഞ്ച്, ബസാറ് ഭയങ്കര സ്ട്രേഞ്ച് ആണ്. എംബ്രാസ് ഡിസ്കംഫിറ്റ്, ബാറ് പോയാൽ ഫിറ്റ് ആവും. ഒബ്സൊലേറ്റ്, ഒബ്സൊലേറ്റ് സൊലേറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഔട്ടാക്കും, ഔട്ട്ഡേറ്റഡ് ആക്കും, ഔട്ട്ഡേറ്റഡ്. നെക്സ്റ്റ് ഒപ്പക്ക്, ക്ലൗഡഡ്, ഒപ്പക്ക് ക്ലൗഡഡ്, എന്താണ്? പാക്ക് ക്ലൗഡഡ് ആണ്, ഒരു മൂടിയ പോലത്തെ ഒരു പാക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫ്രിഡ്ജഡ്, കോൾഡ്, ഫ്രിഡ്ജിൽ കോൾഡ് കൂടാനുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് വെച്ചാൽ മതി. ഫ്രിഡ്ജഡ്, കോൾഡ്. ലാസ്റ്റ് വൺ ജാർലെസ്, ടോക്കക്റ്റീവ്. അപ്പോൾ ജാറിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, ടോക്ക് ചെയ്യാനുണ്ടാവും, ടോക്കക്റ്റീവ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഇൻഡിജിനസ്, നാറ്റീവ്, റിജിഡ്, സ്റ്റിഫ്, സെഗ്രിഗേറ്റ്, സെപ്പറേറ്റ്, നള്ളിഫൈ, ക്യാൻസൽ, ക്ലാൻഡിസ്റ്റൈൻ, സീക്രട്ട്, ടയസം, ബോറിംഗ്, ക്ലിയർ, ലൂസ്ഡ്, ഓണറസ്, ഹെവി, ജോവിയൽ, ചീർഫുൾ, കോണ്ടൻസ്, ഡൈജസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അത്ര കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, കാരണം പ്രൊണൗൺസിയേഷൻ ഞാൻ അത്ര വിദഗ്ധയൊന്നുമല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണ്ടത് ഇതിൻ്റെ സിനോണിംസ്, സെയിം മീനിങ് എന്താണെന്ന് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാനാണ് വേണ്ടത്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻഡിജിനസ്, നാറ്റീവ്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ നേറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേറ്റീവ് പ്രദേശം, നമ്മളെ നാട്, നമ്മളത് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഇൻഡിജിനസ് എന്ന് പറയുമ്പോൾ എന്താ? നേറ്റീവ്, എൻ്റെ നേറ്റീവാണ് ഇന്ത്യ എന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് റിജിഡ്, സ്റ്റിഫ്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് റിജി എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റിഫാൻ സ്റ്റൈൻ മറ്റേ സ്റ്റിഫാൻ സ്റ്റൈൻ ഇല്ലേ നമ്മൾ ഡ്രസ്സിനൊക്കെ ആക്കുന്നത്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നനക്കാന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ റിജി, സ്റ്റിഫ്, റിജിഡ്, സ്റ്റിഫ്. നെക്സ്റ്റ് സെഗ്രിഗേറ്റ്, സെപ്പറേറ്റ്, സെഗ്രിഗേറ്റ്, സെപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് സഖാക്കന്മാരൊക്കെ ഗേറ്റിൻ്റെ അടുത്ത് പോയാൽ സെപ്പറേറ്റ് ആവുമെന്ന് ചിന്തിച്ചാൽ മതി. സഖാക്കന്മാർ ഗേറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആവും. സെഗ്രിഗേറ്റ്, സെപ്പറേറ്റ്. ഓക്കെ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നള്ളിഫൈ, ക്യാൻസൽ. ഓക്കെ, അത് ഓൾറെഡി എല്ലാവർക്കും അറിഞ്ഞായിരിക്കും, നള്ളിഫൈ, ക്യാൻസൽ. നെക്സ്റ്റ് ക്ലാൻഡിസ്റ്റൈൻ, സീക്രട്ട്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ക്ലാൻഡ് എന്നുള്ളത് നമ്മൾ സീ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് കിട്ടുമല്ലോ. അപ്പോൾ ലാൻഡിൽ എന്തൊക്കെയോ സീക്രട്ട് ഉണ്ടെന്ന് ഒന്ന് ചിന്തിക്കുക. ലാൻഡിൽ എന്തൊക്കെയോ സീക്രട്ട് ഉണ്ടെന്നൊന്ന് ചിന്തിച്ച് വെച്ചാൽ മതി. ഓക്കെ, ക്ലാൻഡിസ്റ്റൈൻ, സീക്രട്ട്. നെക്സ്റ്റ് ടയർസം, ബോറിങ്, ടയർസം, ബോറിങ്. അപ്പോൾ അത് ചിന്തിക്കേണ്ടത് വിചാരിച്ചാൽ ടയർ ചില സമയത്ത് ബോറാണെന്ന് വിചാരിക്കുക. ചില വണ്ടിയുടെ ഒക്കെ ടയറൊക്കെ ഭയങ്കര ബോറാണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ടയർ ഭയങ്കര ബോറാണെന്ന് ചിന്തിക്കുക. ടയർസം, ബോറിങ്. നെക്സ്റ്റ് ക്ലിയർ, ലൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ക്ലിയർ ആണല്ലോ. അപ്പോൾ CID മൂസ സിനിമ ഉണ്ടല്ലോ, അത് ഭയങ്കര ക്ലിയർ ആണെന്ന് ഓർത്താൽ മതി. ക്ലിയർ, CID മൂസ, CID. ഓക്കെ, CID മൂസ സിനിമ ഭയങ്കര ക്ലിയർ ആണെന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വണറസ്, ഹെവി, വണറസ്, ഹെവി. അപ്പോൾ നമ്മൾ വണ്ണ് എന്നൊക്കെ എഴുതുമ്പോൾ അത് ഭയങ്കര ഹെവി ആണ്, വലിയ വണ്ണാണെന്നൊക്കെ വിചാരിച്ചാൽ മതി. വണറസ്, അതിൽ വണ്ണാണ് എടുക്കുന്നത്, ഭയങ്കര ഹെവി ആണ്, വലിയതാണെന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ജോവിയൽ, ചീർഫുൾ, ജോവിയൽ, ചീർഫുൾ. അപ്പോൾ ജോവിയൽ എന്ന് പറയുമ്പോൾ ജോബൊക്കെ ഉള്ളവർ ഭയങ്കര ചിയറായിട്ടാണ് നടക്കുന്നത്, ചീർഫുള്ളായിട്ടാണ് നടക്കുന്നതെന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, നല്ല ബിയറൊക്കെ അടിച്ച് നല്ല
ചിയർ ആയിട്ടാണ് നടക്കുന്നതെന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ജോബൊക്കെ ഉള്ളവർ ഭയങ്കര ചിയർഫുൾ ആയിട്ടാണ് നടക്കുന്നതെന്ന് ചിന്തിക്കുക. ഓക്കെ, ജോവിയൽ, ചിയർഫുൾ. നെക്സ്റ്റ് കണ്ടൻസ്, ഡൈജസ്റ്റ്. അപ്പോൾ അത് ആലോചിക്കേണ്ടത് നമ്മുടെ ദേഹത്തൊക്കെ എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ആൾ ഡൈ ആവുമെന്ന് വിചാരിക്കുക. അപ്പോൾ കൊണ്ടു കഴിഞ്ഞാൽ ഡൈ ആവുമെന്ന് വിചാരിക്കുക. കൊണ്ടു കഴിഞ്ഞാൽ എന്താവും? ഡൈ ആവും, മരിച്ചു പോകുമെന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സിനോണിംസിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻഡിജിനിയസ്, നാറ്റീവ്. ഇന്ത്യ നമ്മളെ നാറ്റീവാണ്. റിജിഡ്, സ്റ്റിഫ് ആൻഡ് സൈൻ ഉപയോഗിക്കും അല്ലേ? റിജി, സ്റ്റിഫ് ആൻഡ് സൈൻ ഉപയോഗിക്കുന്നത് ചിന്തിച്ചാൽ മതി. സ്റ്റിഫ്. സെഗ്രഗേറ്റ്, സെപ്പറേറ്റ്. സെഗ്രേക്കന്മാർ ഗേറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് സെപ്പറേറ്റ് ആവും. ഓക്കെ, നള്ളിഫൈ, ക്യാൻസൽ. ഓക്കെ, ക്ലാൻഡിസ്റ്റൈൻ, സീക്രട്ട്. ലാൻഡിൽ ഒരുപാട് സീക്രട്ട് ഉണ്ട്. ഓക്കെ, ടയർസം എന്ന് പറഞ്ഞാൽ എന്താണ്? ടയർ ബോറിംഗ് ആണ്, ചില സമയത്ത് ബോറിംഗ് ആണെന്ന് ചിന്തിക്കുക. ബോറിംഗ്. നെക്സ്റ്റ് ക്ലിയർ. സിയഡി മൂസ ക്ലിയർ ആണ്, ഓർമ്മയുണ്ടല്ലോ. സിയഡി മൂസ എന്താണ്? ക്ലിയർ ആണ്. ക്ലിയർ. ലൂസ്ഡ്. ഓണറസ്, ഹെവി. ഓണറസ് എന്താണ്? ഹെവി ആണ്. ബണ്ണ് നേതുന്നത് ഭയങ്കര ഹെവി ആണെന്ന് ചിന്തിക്കുക. ജോവിയൽ, ചീർഫുൾ. ജോബൊക്കെ ഉള്ളവർ ഭയങ്കര ചീർഫുള്ളാണ്. ഓക്കെ, ദെൻ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈ ആണ്. എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ഡൈ ആവും, ആൾ തട്ടിപ്പോകുമെന്ന് ചിന്തിച്ചാൽ മതി. ഡൈജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ പറയുന്നത്. ഒരു 20 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഡുകളൊക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആവും. ബൈഹാർട്ട് പഠിക്കരുത്. ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ക്ലാസ് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കോഡുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാം, അതിൻ്റെ സിനോണിംസ് എന്താണെന്ന് നിങ്ങളൊന്ന് പറയണം. ഓക്കെ, ഓക്കെ. ജാർലെസ്സിൻ്റെ സിനോണിംസ് എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഓക്കെ, ജാർലെസ്. ഓക്കെ, ജാറുലെസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ തീരുകയാണ്. അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.